ഹലോ വെൽക്കം ബാക്ക് ടു ബയോ ഈസി ലേണിംഗ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ സിലബസിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയത് യൂണിറ്റ് 1 ആണ്, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ബാക്ടീരിയ, ആ ഒരു ബാക്ടീരിയയിലെ കുറച്ച് ഭാഗം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ മെയിനായിട്ട് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, അൾട്രാ സ്ട്രക്ചർ ഓഫ് സെല്ല്, ഫ്ലജല്ല, പൈലൈ, മെറ്റബോളിസം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് ജനറ്റിക് എക്സ്ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്ടീരിയയുടെ സ്ട്രക്ചർ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബാക്ടീരിയ. റോബർട്ട് കോച്ച് 1843 to 1910. അപ്പോൾ ഈ റോബർട്ട് കോച്ചിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം റോബർട്ട് ഹെൻറിച്ച് ഹെർമൻ കോച്ച് വാസ് എ ജർമ്മൻ ഫിസിഷ്യൻ ആൻഡ് മൈക്രോബയോളജിസ്റ്റ്. ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. ഓക്കെ, മോഡേൺ ബാക്ടീരിയോളജിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് റോബർട്ട് കോച്ചിനെയാണ്. ആൻഡ് ഹി ഐഡന്റിഫൈഡ് ദ കോസൽ ഓർഗാനിസം ഫോർ ആന്ത്രാക്സ്, കോളറ ആൻഡ് ട്യൂബർകുലോസിസ്. The experimental evidences for the concept of infection was proved by him, Koch postulates, and he was awarded Nobel Prize in Medicine or Physiology in the year 1905. Okay, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റൽ, അതായത് കോച്ച് പോസ്റ്റ്ലേറ്റ്സ്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടുന്ന എവിഡൻസിനെയാണ് നമ്മൾ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന പേരിൽ അറിയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് അവാർഡ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. സോ മെഡിസിനും ഫിസിയോളജിയും. അപ്പോൾ ഏത് ബ്രാഞ്ചിനാണ് റോബർട്ട് കോച്ചിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്, അങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് മുൻപത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ 1905 കോച്ചിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ ബാക്ടീരിയോളജി പറഞ്ഞു, എന്താണ് ഈ ഒരു കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, in 1876, Robert Koch postulated the germ theory of disease to set forth some criteria for proving or establishing the causal relation of microorganism with a particular disease. ഒരു പർട്ടിക്കുലർ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസം, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയാസ് പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റ്ലേറ്റ്സ് അദ്ദേഹം ഇറക്കുകയുണ്ടായി. അതിനെയാണ് നമ്മൾ ജേം തിയറി ഓഫ് ഡിസീസ് അല്ലെങ്കിൽ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. Germ theory was formulated in the backdrop of Koch's discovery that the bacterium Bacillus anthracis is a causative agent of anthrax. Koch isolated the bacillus, cultured it, inoculated it to healthy animal and found that the bacillus has caused anthrax in healthy animal. അദ്ദേഹം ഈ ഒരു ബാസിലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയം ഐസൊലേറ്റ് ചെയ്തെടുക്കുകയും പിന്നീട് അത് ഹെൽത്തി ആനിമലിൽ ഇൻജെക്ട് ചെയ്യുകയും ചെയ്തു, ഇനോക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ഇനോക്കുലേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ബാസിലസ് എന്നുള്ള ബാക്ടീരിയ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിലും എന്തുണ്ടായി, ആന്ത്രാക്സ് കോസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഫ്രം ദിസ് റിസൾട്ട് കോച്ച് കൺക്ലൂഡഡ് ദാറ്റ് എവറി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് എല്ലാ ഒരു ഡിസീസും കോസ് ചെയ്യുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പോയിന്റുകൾ, അതായത് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞിട്ട് 3-4 പോയിന്റുകൾ ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവറി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ പെർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലീഷൻസ് ഓഫ് ഡിസീസ്. ഫസ്റ്റത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസീസും കോസ് ചെയ്യുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ആ മൈക്രോ ഓർഗാനിസം ഒരു പർട്ടിക്കുലർ ഡിസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാണപ്പെടുന്നു. അതായത് ആ ഒരു ഏരിയയിൽ എന്തെന്നു നമുക്ക് ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് ലഭ്യമാകുന്നതാണ്. The disease causing organism can be isolated from lesions of the disease and cultured in pure form. അപ്പോൾ ഇത്തരത്തിൽ ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം നമുക്ക് ആ ലീഷനിൽ നിന്നും എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്തെടുക്കാം, പിന്നീട് അതിനെ പ്യുവർ ഫോമിൽ കൾച്ചർ ചെയ്യാമെന്നും പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ്. പിന്നെ മൂന്നാമത്തേതായിട്ട് പറയുന്നത് ഇനോക്കുലേഷൻ ഓഫ് സച്ച് കൾച്ചേഴ്സ് ടു ഹെൽത്തി ആൻഡ് സസെപ്റ്റബിൾ എക്സ്പെരിമെന്റൽ അനിമൽ വിൽ റീപ്രൊഡ്യൂസ് ദ ഡിസീസ് ഇൻ ന്യൂ ഹോസ്റ്റ്. ഇത്തരത്തിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ പിന്നീട് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലേക്ക് ഇന്നോക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള
ഹോസ്റ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. And the causative organism can be recovered or re-isolated in pure culture from deletions of experimentally infected host. അപ്പൊ നാലാമത്തെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം പിന്നീട് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സ്പെരിമെന്റലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റ് ഉണ്ടല്ലോ, ആ ഹോസ്റ്റിൽ നിന്ന് നമുക്ക് റീഐസൊലേറ്റ് ചെയ്തെടുക്കാനും പറ്റും. And it is true that all these postulates may not be evident in all cases. Even then, they are extremely useful in sifting doubtful claims about the causative agent of some infectious diseases. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ, എല്ലാ ഒരു ഡിസീസും കോസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള 4 പോസ്റ്റ്ലേറ്റ്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്ത് പറയുന്നത്, ജേം തിയറി ഓഫ് ഡിസീസ് അല്ലെങ്കിൽ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കൂ മൈൽ സ്റ്റോൺ ഇൻ ബാക്ടീരിയോളജി. കുറച്ച് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 1829 CG Ehrenberg coined the term bacteria. In 1884, Christian Gram introduced a gram staining method. In 1923, David H. Berge published the first edition of Berge's manual. 1928 Frederick Griffith discovered the bacterial transformation. In 1952, Joshua Lederberg discovered the plasmids and bacteria are. അപ്പോൾ ഇത്രയാണ് മൈൽ സ്റ്റോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ് കേട്ടോ അതൊക്കെ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ് ആയിട്ടുള്ള ബാക്ടീരിയ, അതൊക്കെ റിലേറ്റഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ആരാണ് ഡിസ്കവർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ബാക്ടീരിയ ആർ prokaryotic, unicellular, microscopic organism. The study of bacteria is called bacteriology. നമുക്കറിയാവുന്നതാണല്ലോ. Bacteria are first discovered by Dutch scientist Anton van Leeuwenhoek in 1676 and were called animalcules. അപ്പോൾ ബാക്ടീരിയ പറയുന്നത് സിംപ്ലസ്റ്റ് ആണ്, അതുപോലെ സ്മോൾ ആണ്, മോസ്റ്റ് സക്സസ്ഫുൾ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ്. അത് ബാക്ടീരിയ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ലിയൻ ഹുക്ക് ആണ് ഇൻ 1676. ഇനി കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. They are prokaryotic microorganism and lack nuclear membrane and membrane bound cell organ അല്ലേ. Okay. And the genetic material is called a nucleoid or genophore or incipient molecule. The cell wall is made up of polysaccharide and protein. Most of them lack chlorophyll, hence they are heterotrophic Vibrio cholerae, but some are autotrophic and possesses bacteriochlorophyll chromatin. They reproduce vegetatively by binary fission and endosperm formation. They exhibit variation which are due to genetic recombination and is achieved through conjugation, transformation, transduction. Okay, അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മളുടെ സാലിൻ ഫീച്ചേഴ്സ്, ബാക്ടീരിയയുടെ സാലിൻ ഫീച്ചേഴ്സിൽ ബാക്ടീരിയ ഈസ് എ യൂണിസെല്ലാർ ആണ്. മോസ്റ്റ് ഓഫ് കേസും യൂണിസെല്ലാർ ആയിരിക്കും, മൈസീലിയൽ ഫോമിലും ചില സമയത്ത് കാണാറുണ്ട്. Bacteria are pleomorphic in that their body can assume various form and shape under certain condition. So they can exist in different form and shape. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ കൂടി നമുക്ക് പറയാം, പ്ലിയോമോർഫിക് ആണ്. പ്ലിയോമോർഫിക് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമിലും ഷേപ്പിലും അവർ കാണപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അവ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഫോമിലും ഷേപ്പിലായത് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ability ഉണ്ട്. And the body of bacteria exists in 4 major morphological form, namely cocci, bacilli, spirilla and vibrios. Each form may exhibit a different cellular arrangement. പിന്നെ നമ്മളുടെ ബാക്ടീരിയയുടെ സർഫസ് ആയിട്ടുള്ള അപ്പാൻഡേജസ് എന്ന് പറയുന്നത് ഫ്ലജല്ല, ഫിംബ്രിയ, പൈലെ ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ സെൽ വാൾ ഈസ് മോസ്റ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് മ്യൂക്കോപെപ്റ്റൈഡ്, ലിപ്പോപ്രോട്ടീൻ, ലിപ്പോപോളിസാക്കറൈഡ് ഇൻസ്റ്റെഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് കൈറ്റിൻ. സെല്ലുലോസും കൈറ്റിനൊന്നും കാണപ്പെടുന്നില്ല, ബട്ട് മ്യൂക്കോപെപ്റ്റൈഡ്, ലിപ്പോപ്രോട്ടീൻ, ലിപ്പോപോളിസാക്കറൈഡ്. ബാക്ടീരിയൽ സെല്ല് ടിപ്പിക്കലി പ്രോകാരിയോട്ടിക് ആണെന്ന് പറഞ്ഞു, വിത്തൗട്ട് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. അതായത് നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലോ സൈറ്റോസ്കെൽറ്റനോ ഒന്നും കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോകാരിയോട്ടിക് ആണെന്ന് പറയുന്നത് അല്ലേ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് വെസിക്കുലാർ, ട്യൂബുലാർ ഓർ ലാമെല്ലാർ ഇൻഫോൾഡിംഗ് കാൾഡ് മീസോസോം.
അതായത് നമ്മളുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഇത്തരത്തിലുള്ള വെസിക്കുലർ ട്യൂബുലാർ ആയിട്ടുള്ള ഇൻഫോൾഡിംഗ് ഉണ്ട്. അതിനെയാണ് മീസോസോം എന്ന് പറയുന്നത്. And then the bacterial genome consists of single DNA and few plasmid and episome. പിന്നീട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് അറിയുന്നത് അമൈറ്റോട്ടിക് ഫിഷൻ ആണ്. മോസ്റ്റ്ലി ബൈനറി ഫിഷൻ ആയിരിക്കും. എൻഡോസ്പോർ ഫോർമേഷനും അതുപോലെ സിസ്റ്റ് ഫോർമേഷനും കാണപ്പെടുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ അത് ജീൻ ട്രാൻസ്ഫർ അതുപോലെ തന്നെ ജനറ്റിക് റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ബൈ പാരാസെക്ഷൽ പ്രോസസ് ആണ്. അതായത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രോസസ് അല്ല, പാരാസെക്ഷൽ എന്ന രീതിയിലാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഡക്ഷനും കോൺജുഗേഷനും. ഓക്കെ, ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെല്ലാണ്. ഓക്കെ, ഒരു ബാക്ടീരിയലിലെ അൾട്രാ സ്ട്രക്ചർ ഓഫ് സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സ്യൂൾ ഉണ്ട്, സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ, മീസോസോം, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, ഫ്ലജെല്ലം, പ്ലാസ്മിഡ്, ഇൻക്ലൂഷൻ, പോളിറൈബോസം ആൻഡ് ദെൻ പൈലം. ഓക്കെ, ഒരു സ്ട്രക്ചർ കൊടുക്കണം. ഇനി നമുക്ക് ഓരോ ഭാഗവും അതിൻ്റെ ക്യാരക്ടേഴ്സും നോക്കാം. ക്യാപ്സ്യൂൾ ഓർ ഗ്ലൈക്കോ കാലിക്സ്. Some bacteria are surrounded by gelatinous substances which is composed of polysaccharide or polypeptide or both. Okay. ഒരു ജലാറ്റിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മളുടെ ബാക്ടീരിയ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്, വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് പോളിസാക്രൈഡ് ഓർ പോളിപെപ്റ്റൈഡ് ഓർ ബോത്ത്. ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ടർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കാണാം. ഒരു വയലറ്റ് കളറെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, the thick layer of glycocalyx bound tightly to the cell wall is called capsule. അപ്പോൾ ഈ ഗ്ലൈക്കോകാലിക്സിന് തിക്ക് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ലെയറിനെയാണ്, അതായത് സെൽ വാളിന് പുറമെ കാണപ്പെടുന്നതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് സെൽ ഫ്രം ഡെസിക്കേഷൻ ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. The sticky nature help them to attach to substrate like a plant root surface, human teeth and tissues. It help to retain the nutrients in bacterial cell. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മളുടെ ബാക്ടീരിയയുടെ സെൽ വാൾ ആണ്. ബാക്ടീരിയൽ സെൽ വാൾ ഈസ് ഗ്രാനുലാർ ആൻഡ് ഈസ് റിജിഡ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സെൽ വാൾ നോക്കാനുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗീവ് ഷേപ്പ് ടു ദി സെൽ. ഓക്കെ, ഈ സെൽ വാള് ബാക്ടീരിയൽ സെല്ലിനെ എൻവലപ്പ് ചെയ്ത് കാണപ്പെടുന്ന ഒരു റിജിഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെൽ വാളാണ്. ഇറ്റ് ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് സെൽ ആൻഡ് മേക്ക് സെൽ റിജിഡ് ആൻഡ് ഡക്റ്റൈൽ ആൻഡ് പ്രൊവൈഡ് സെൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി മെക്കാനിക്കൽ സപ്പോർട്ടാണ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽ വാൾ ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു high osmotic pressure caused by heavy accumulation of mineral iron within the cell. നമ്മളുടെ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിൽ മിനറൽ അയൺസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹെവി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ, ഹൈ ഓസ്മോട്ടിക് പ്രഷറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ വാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ വാൾ കണ്ടെയ്ൻ ബാക്ടീരിയൽ ആൻറ്റിജൻ വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ വിറുലൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. നമ്മളുടെ ബാക്ടീരിയൽ സെൽ വാൾ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ പറയുന്നത് ഫംഗലിനും പ്ലാന്റ് സെൽ വാളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ സെല്ലുലോസോ അല്ലെങ്കിൽ കൈറ്റിനോ കാണപ്പെടുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടേഴ്സ് പറയുന്ന സമയത്ത് മ്യൂക്കോപെപ്റ്റൈഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ സെൽ വാൾ എന്ന് പറയുന്നത് ഒരു മ്യൂറിൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഓഫ് മ്യൂറിൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സെല്ലോസും കൈറ്റിനും അല്ല, നെറ്റ്വർക്ക് ഓഫ് മ്യൂറിൻ ആണ്. മ്യൂറിൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോ പോളിമർ ആണ്, ബാക്ടീരിയയിൽ മാത്രം യൂണീക്ക് ആയിട്ട് കാണപ്പെടുന്നതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ peptidoglycan or mucopeptide formed of alternating unit of N-acetyl glucosamine NAG and N-acetyl muramic acid. അപ്പോൾ ഈ ഒരു മ്യൂറിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂക്കോപെപ്റ്റൈഡ് ആണെന്ന് പറഞ്ഞു. അവ ഫോം ചെയ്തിട്ടുള്ളത് നാജും അതുപോലെ തന്നെ നാമും, അതായത് N-acetyl ഗ്ലൂക്കോസാമൈനും N-acetyl മ്യൂറോമിക് ആസിഡും β14 ലിങ്കേജ് വഴി ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു മ്യൂറിൻ ഫോം ചെയ്തിട്ടുള്ളത്. ദേ ആർ ക്രോസ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ ബൈ പെപ്റ്റൈഡ് ചെയിൻ. ഓക്കെ, അതുപോലെ തന്നെ പറയാവുന്നത് അറ്റാച്ച്ഡ് ടു ദി കാർബോക്സിൽ end of acetyl muramic acid are the amino acid
നമ്മളുടെ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ എൻഡിൽ കാർബോക്സിൽ എൻഡിൽ ചില അമിനോ ആസിഡ് കാണപ്പെടുന്നുണ്ട്. അലനിൻ, ലൈസിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് തുടങ്ങിയിട്ട്. ഇത്തരത്തിലുള്ള അമിനോ ആസിഡാണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സെൽ വാളിന് റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെൽ വാൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നിന്നും കെമിക്കൽ കോമ്പോസിഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് തിക്ക്, റിലേറ്റീവ്ലി സിമ്പിൾ, ആൾമോസ്റ്റ് ഹോമോജീനസ് ആൻഡ് നോൺ ലെയർഡ്, contain up to 80% peptidoglycan. In addition to peptidoglycan, it may also contain some amount of protein and teichoic acid. ഈ ഒരു teichoic acid അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, teichoic acid കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നോക്കാനുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ടീക്കോയിക് ആസിഡ് ഏതിൻ്റെ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് ഈ ഒരു ടീക്കോയിക് ആസിഡ് കാണപ്പെടുന്നത്. ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് മ്യൂറാമിക് ആസിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ഹെറ്ററോ പോളിമർ ആണ് ഗ്ലൂക്കോസിൻ്റെ. ആൻഡ് ദെൻ ഗ്ലൂക്കോസ് അതുപോലെ N-അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ, അമിനോ ആസിഡ്, റൈബിറ്റോൽ ഇവയുടെ ഒക്കെ തന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഹെറ്ററോ പോളിമർ ആണ് ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടീക്കോയിക് ആസിഡ് മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ബൈൻഡ് ദി പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ വിത്ത് ദി അണ്ടർലൈൻ, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനെ ആയിട്ട് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. അതുപോലെ തന്നെ സെൽ ഡിവിഷൻ കൺട്രോൾ ചെയ്യുന്നത് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ടീക്കോയിക് ആസിഡ് ആണ്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ regulate the action of autolysins, which are the enzyme responsible for loosening of the bond of peptidoglycan layer. ഓട്ടോലൈസിൻ എന്ന് പറയുന്ന എൻസൈമിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ടീക്കോയിക് ആസിഡ് ആണ്. ഇനി നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ക്യാരക്ടർ, അതായത് സെൽ വാളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു മാത്രം, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. ഈ ടീക്കോയിക് ആസിഡ് ഷുവറാണ് ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ 2, 3, 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ദ സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തിന്നാണ്, 3 ലെയേർഡ് ആൻഡ് കോംപ്ലക്സ് ആയിരിക്കും ആയിട്ടുള്ള സ്ട്രക്ചറാണ്. മറ്റേ സിമ്പിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൻ്റെ 3 ലെയേഴ്സ് എന്ന് പറയുന്നത് ഇന്നർ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, മിഡിൽ ആയിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ടുള്ള ലിപ്പോ പ്രോട്ടീൻ ലെയർ, ഔട്ടർ ആയിട്ട് ലിപ്പോ പോളിസാക്കറൈഡ് ലെയറും കാണപ്പെടുന്നുണ്ട്. പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ലിപ്പോ പോളിസാക്കറൈഡ് ഓഫ് ദി സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ അക്കൗണ്ട് ഫോർ ദ എൻഡോടോക്സിസിറ്റി ആൻഡ് ആൻറ്റിജൻ സ്പെസിഫിസിറ്റി ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഈ ഒരു ലിപ്പോ പോളിസാക്കറൈഡ് ആണ് എന്തിനു സഹായിക്കുന്നത്, എൻഡോടോക്സിസിറ്റിക്കും അതുപോലെ തന്നെ ആൻറ്റിജൻ സ്പെസിഫിസിറ്റിക്കും സഹായിക്കുന്നത്. സെൽ വാൾ ഓഫ് ദിസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് in general behave as a physical barrier to antibiotics and also to antibacterial enzyme lysozyme. It prevents the penetration of antibiotics to cell interior. അതുകൊണ്ട് തന്നെ ഫോർ ദിസ് റീസൺ, അതായത് നമ്മളുടെ ഈ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസാണ് പറയുന്നത് കേട്ടോ. സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയർ ടു ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഓൾസോ ആൻറ്റിബാക്ടീരിയൽ എൻസൈം ലൈസോസൈം. ഈ ഒരു ആൻറ്റിബയോട്ടിക്സിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയാത്തത് മൂലം തന്നെ ഒരുപാട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് എൻ്റർ ചെയ്യുന്നത് അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. Plasma membrane is made up of lipoprotein. It controls the entry and exit of small molecule and ion. The enzyme involved in the oxidation of metabolites. ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറയാം, നമ്മളുടെ സെൽ വാളിന് ജസ്റ്റ് ബെനീത്ത് ആയിട്ട് കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ലിപ്പോ പ്രോട്ടീൻ കോമ്പോസിഷൻ ആണ്, ലാമിനാർ സ്ട്രക്ചർ ആണ്, ഫ്ലൂയിഡ് മൊസൈക്ക് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും കാണപ്പെടുന്നത്. അതായത് നമ്മുടെ യൂക്കാരിയോട്ടിക്കിൽ കാണപ്പെടുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ പോലെ. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻ ആക്റ്റീവ് എൻസൈം ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, ടോക്സിൻ, ന്യൂക്ലിക് ആസിഡ്, സെൽ വാൾ ആൻഡ് പെർമിയസ്. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എൻസൈംസ് എന്തെങ്കിലും കാണപ്പെടുന്നുണ്ട്, ഈ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനും സഹായിക്കുന്ന
എൻസൈമും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മളുടെ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം ഈസ് തിക്ക് ആൻഡ് സെമി ട്രാൻസ്പാരന്റ്. ഇറ്റ് കണ്ടെയ്ൻ റൈബോസോം ആൻഡ് അതർ സെൽ ഇൻക്ലൂഷൻ. നമ്മളുടെ ബാക്ടീരിയൽ DNA, പ്ലാസ്മിഡ്, എപ്പിസോം, ക്രൊമാറ്റോഫോർ, റൈബോസോം, മീസോസോം, അതുപോലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഒക്കെ കാണപ്പെടുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പിന്നീട് നമുക്ക് പറയാവുന്നത് സൈറ്റോപ്ലാസം കണ്ടെയ്ൻ ഹൈ സോലുബിൾ എൻസൈം ആൻഡ് tRNA, ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് ബാക്ടീരിയൽ ക്രോമസോം ആണ്. The bacterial chromosome is a single circular DNA molecule tightly coiled and is not enclosed in a membrane as in eukaryote. This genetic material is called nucleoid or genophore. അപ്പോൾ നമ്മൾ prokaryotic ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ക്രോമസോം നമുക്ക് കാണാൻ പറ്റില്ല. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ ജീനോഫോർ എന്ന് പറയുന്നു. It is amazing to note that the DNA of E. coli, which measure about 1 millimeter long, when uncoiled, contain all the genetic information of the organism. And the DNA is not bound to histone protein. Histone protein ആയിട്ട് ബൗണ്ട് ചെയ്ത് കാണപ്പെടുന്നില്ല. And the single chromosome or the DNA molecule is circular at one point and it is attached to the plasma membrane, and it is believed that this attachment may help in the separation of two chromosomes after DNA replication. ഇനിയുള്ളതാണ് പ്ലാസ്മിഡ്. നമുക്ക് ബാക്ടീരിയയുടെ ഒരു ക്യാരക്ടറായിട്ട് പറയാവുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലിന് പുറമെ എക്സ്ട്രാ ആയിട്ടുള്ള ക്രോമസോമൽ മെറ്റീരിയൽ കാണപ്പെടുന്നുണ്ട്. സോ പ്ലാസ്മിഡ് ആർ ദി എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ self-replicating autonomous element. They contain gene for fertility, antibiotic resistant and heavy metal. ഇനിയുള്ളത് മീസോസോം ആണ്. These are localized infolding of the plasma membrane produced into cell in the form of vesicles, tubules and lamellae. നമ്മളുടെ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്ക് കാണപ്പെടുന്ന വെസിക്കുലാർ അല്ലെങ്കിൽ ട്യൂബുലാർ ലാമെല്ലാർ ആയിട്ടുള്ള സെല്ലിന്റെ ഇൻഫോൾഡിങ്സിനെയാണ് മീസോസോം എന്ന് പറയുന്നത്. ദേ ആർ ക്ലംപ്ഡ് ആൻഡ് ഫോൾഡഡ് ടുഗദർ ടു മാക്സിമൈസ് ദെയർ സർഫസ് ഏരിയ ആൻഡ് ഹെൽപ്പ് ഇൻ ദി റെസ്പിറേഷൻ ആൻഡ് ഇൻ ബൈനറി ഫിഷൻ. സോ ഇത് മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ബൈനറി ഫിഷനും റെസ്പിറേഷനും വേണ്ടിയിട്ടാണ്. ഇനിയുള്ളത് പോളിസോം അല്ലെങ്കിൽ പോളിറൈബോസോം. ദ റൈബോസോം ആർ ദി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ദ നമ്പർ ഓഫ് റൈബോസോം പെർ സെൽ വാരി 10,000 to 15,000. The ribosome are held together by mRNA and form polyribosome or polysome. പിന്നെ പറയുന്നത് നമ്മളുടെ ബാക്ടീരിയൽ സെല്ലിൽ കാണപ്പെടുന്ന സർഫസ് അപ്പാൻഡേജുകളാണ് ഫ്ലജല്ലയും അതുപോലെ തന്നെ ഫിംബ്രിയ അല്ലെങ്കിൽ പൈല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഫ്ലജല്ല എന്ന് പറയുന്ന certain motile bacteria have numerous thin hairs like processes. Variable length emerges from the cell wall called flagella. It is 20 to 30 micrometer in diameter and 15 micrometer in length. Flagella of eukaryotic cell contain 9 plus 2 microtubule, but each flagella in bacteria is made up of a single fibril. Flagella are used for mainly locomotion. Based on the number and position of flagella, there are different types of bacteria കാണപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഫിംബ്രിയ or പൈല എന്ന് പറയുന്നത്. Phyla or fimbriae are the hair-like appendages found on the surface of cell wall or cell wall of gram-negative bacteria. The phyla are 0.2 to 20 micrometer long with a diameter of about 0.025 micrometer. In addition to the normal phyla, there are special types of phyla which help in conjugation called sex phyla are also found. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കാണപ്പെടുന്ന ഒരു പൈലയാണ് സെക്സ് പൈല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലജല്ലയുടെയും അതുപോലെ തന്നെ പൈല അല്ലെങ്കിൽ ഫിംബ്രിയയുടെയും സ്ട്രക്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ഇതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ കണ്ടുവന്നിട്ടുള്ള നമ്മുടെ ടീക്കോയിക് ആസിഡിൻ്റെ കേസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയയുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ, അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, കോൺജുഗേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോയിന്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത്
എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് പോയിന്റുകൾ വിട്ടു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര ലാഗ് ചെയ്തത്. ഇനി ഞാൻ അതത് ദിവസങ്ങളിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.